ഹായോ, ഇന്ന് നമുക്കൊരു ബജറ്റ് പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. എംബാർക്ക് എന്ന ബ്രാൻഡിൻ്റെ മൈ ഫ്രീഡം എന്ന പെർഫ്യൂമാണത്. സോ ലെറ്റ് us get a review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, ഐ സുഫിയാൻ. അപ്പോൾ 500 രൂപയുടെ താഴെ അത്യാവശ്യം നല്ല പെർഫ്യൂംസ് ഏതൊക്കെയാണുള്ളതെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ കണ്ടത്. ആമസോണിൽ അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു 30 ml ഏകദേശം 430 രൂപയുടെ റേഞ്ചിലാണ് പ്രൈസ് വന്നത്. അപ്പോൾ ഞാനത് മേടിച്ചു. 100 ml ഏകദേശം 995 പ്രൈസ് കാണിക്കുന്നത്. ചിലപ്പോൾ ഓഫ് ഉണ്ടാകുമ്പോൾ 800 രൂപയുടെ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെർഫ്യൂം വന്ന് ഞാൻ എടുത്ത് ആദ്യത്തെ സ്പ്രേ ചെയ്ത ഉടനെ എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഹമ്മദ് അൽ മഗ്രിബിയുടെ കാഫ് എൻ്റെ റിവ്യൂ മുന്നേ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അജ്മലിലെ ബ്ലൂ, ആ ഒരു പെർഫ്യൂംസിനെ മിമിക് ചെയ്യാനാണ് ഈ ഒരു പെർഫ്യൂം ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതും അബർക്രോംബി ആൻഡ് ഫിച്ച് ഫിയേഴ്സിൻ്റെ ക്ലോൺസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, അജ്മൽ ബ്ലൂ, അഹമ്മദ് അൽ മഗ്രിബി, കാഫൊക്കെ. അപ്പോൾ അബർക്രോംബി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു പെർഫ്യൂം ആ രണ്ട് പെർഫ്യൂമുകളുടെയും ഏകദേശം വളരെ അടുത്തിരിക്കുന്നൊരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രഷ്, വാട്ടറി, ഫ്ലോറൽ, വുഡി, മസ്കി സെൻ്റാണ്. നമ്മൾ പൊതുവെ ഫ്രഷ് സെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ സിട്രസ് ടോപ്പ് നോട്ട്സിൽ മെയിനായിട്ടും സിട്രസ് എടുത്ത് വയ്ക്കുന്ന ഫ്രാഗ്രൻസുകളായിരിക്കും. ഒന്നുകിൽ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ലെമണിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സെൻ്റായിരിക്കും. പക്ഷേ ഈ ഒരു ലൈൻ ഓഫ് പെർഫ്യൂംസ്, അതായത് എംബാർക്കിൻ്റെ മൈ ഫ്രീഡം അല്ലെങ്കിൽ കാഫ്, അഹമ്മദ് അൽ മഗ്രിബിയുടെ കാഫ്, അല്ല അജ്മൽ ബ്ലൂ ഒക്കെ തന്നെ ആ ഒരു സിട്രസ് നോട്ട്സിന് പകരം വാട്ടർ മെലണിൻ്റെ ഒരു അക്കോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ ഇതിൽ ഗ്രേപ്പ് ഫ്രൂട്ട്, ലെമണൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് കിട്ടും, അങ്ങനെ കിട്ടില്ല എന്നല്ല. പക്ഷേ ഒരു വാട്ടർ മെലൺ, ഒരു സിന്തറ്റിക് വാട്ടർ മെലൺ ലൈക്ക് അക്കോർഡാണ് ടോപ്പ് നോട്ട്സിൽ നമുക്ക് ഈ ഒരു പെർഫ്യൂമിന് കിട്ടുക. പിന്നെ നമുക്ക് ലാവൻഡറിൻ്റെ ഒക്കെ ടച്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു തിരിയുടെ സമയം കഴിഞ്ഞ് ഒരു 5 മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ആയിട്ട് സ്മെൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ സ്പൈസി എലമെൻസും ഇതൊന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ മല്ലി അല്ലെങ്കിൽ കൊറിയാണ്ടർ സീഡ്സ്, അതിൻ്റെ ആ ഒരു കുരുവിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു ചെറിയ സ്പൈസിനെസ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സ്പൈസി സ്മെല്ലും ഈ ഒരു പെർഫ്യൂം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു വൈറ്റ് ഫ്ലോറലേക്ക് അക്കോർഡ്, നമ്മുടെ ജാസ്മിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്നൊരു ടച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ സാൻഡൽവുഡ്, നമ്മുടെ ചന്ദനത്തിൻ്റെ സ്മെല്ല് ഇതിലേക്ക് കയറി വരും. ഭയങ്കര ക്രീമിയോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് വുഡി സെൻ്റൊന്നുമല്ല, പക്ഷെ അതവിടെ ഇങ്ങനെ സപ്പോർട്ടിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് മസ്കിൻ്റെ ഒക്കെ സ്മെല്ലാണ് ഇതിലുള്ളത്. ഡ്രൈ ഡൗണിലോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊരു പൗഡറി ഫീലും ഈ ഒരു പെർഫ്യൂം തരുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ സെൻ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ കിട്ടുന്ന ആ ഒരു ചെറിയ സിന്തറ്റിക് ആയിട്ടുള്ള വാട്ടർ മെലൺ അക്കോർഡ്, അത് കുറച്ചധികം സമയം നിൽക്കുന്നുണ്ട്. അതിലേക്ക് പയ്യെ നമ്മുടെ ലാവൻഡറിൻ്റെ, വൈറ്റ് ഫ്ലോറൽസിൻ്റെ, സാൻഡൽവുഡിൻ്റെ ഒക്കെ സ്മെല്ല് കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബജറ്റ് പെർഫ്യൂം ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂം തന്നെയാണ്. ഭയങ്കരമായിട്ട് സിട്രസി അല്ലാണ്ട് റിഫ്രഷിങ് ഫീൽ തരുന്ന പെർഫ്യൂമാണ് നിങ്ങൾ തപ്പുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് എംബാർക്ക് മൈ ഫ്രീഡം. ചിലവർക്കൊന്നും അത്രയും തന്നെ സിട്രസി ആയിട്ടുള്ള സ്മെല്ലുകൾ ഇഷ്ടമുണ്ടാവില്ല. നമ്മുടെ അഫ്നാൻ്റെ പുറാത്തി ബ്ലൂ എന്ന പെർഫ്യൂം ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡോൾച്ചെ ആൻഡ് ഗബ്ബാനയുടെ ലൈറ്റ് ബ്ലൂ ഫോർ എവർ. അതൊക്കെ തന്നെ റിഫ്രഷിങ് ഫീൽ തരുന്ന സെൻറ്റുകളാണെങ്കിലും സിട്രസ് നോട്ട്സ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പെർഫ്യൂംസാണ്. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ അക്കോർഡ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസാണ് അതൊക്കെ. അപ്പോൾ ആ ഒരു ടൈപ്പ് സെൻ പ്രൊഫൈൽ അല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് തപ്പുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അജ്മൽ ബ്ലൂ ആയാലും മതി. പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സ്കിന്നിലൊരു 3 to 4 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലോത്ത്സിലാകുമ്പോൾ ഒരു 5 to 6 hours വരെയൊക്കെ നിൽക്കും. പിന്നെ നിങ്ങൾ മെയിൻലി മുഴുവനായിട്ടും ഇൻഡോർസ് എ സിയിലൊക്കെ ആണെങ്കിൽ 6+ hours എന്തായാലും ക്ലോത്ത്സിൽ നിന്നോളൂ. പിന്നെ ആദ്യത്തെ ഒരു 1 to 1.5 hours മാക്സിമം അത്രയും ഇത് പ്രൊജക്റ്റ് ചെയ്യും. ആദ്യത്തെ 30-45 minutes അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ പെട്ടെന്ന് ക്ലോസ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു പെർഫ്യൂം മേടിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ബജറ്റിൽ നിൽക്കുന്ന അത്യാവശ്യം എവറി ഡേ ഏത് ഒക്കേഷനിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് വേണ്ടതെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എംബാർക്കിൻ്റെ മൈ ഫ്രീഡം. കോളേജിൽ പോകുന്ന പിള്ളേർക്കാണെങ്കിലും ഓഫീസിൽ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണത്. സ്റ്റോപ്പിൽ എംബാർക്കിൻ്റെ പെർഫ്യൂംസ് കാണാറുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അജ്മലിൽ പോയിട്ട് അജ്മലിൻ്റെ ബ്ലൂ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ സെൻ പ്രൊഫൈൽ ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള സെൻറ്റ് തന്നെയാണത്. അപ്പോൾ ബജറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം കൂടെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമൻസിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.